ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു മധുരമാണ്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്ന നല്ല അടിപൊളി കുനാഫാൻ്റെ റെസിപ്പി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ കുനാഫയുടെ ഡോ ആണ് എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ കുനാഫയുടെ ഡോ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, തീരെ കട്ടി കുറഞ്ഞിട്ടുള്ള നമ്മുടെ വെർമിസിലി എടുത്താലും മതിയാകുവേ. ഇതെന്ന് പറഞ്ഞാൽ 500 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. ഞാനിതിൻ്റെ കൃത്യം പകുതിയാണ് ഈ ഒരു സമയത്ത് എടുക്കുന്നത്. അപ്പം നമ്മൾ കുനാഫയുടെ ഡോ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒരു 2 മണിക്കൂർ സമയത്തിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഡോ എന്നെടുത്ത് അത് നമ്മുടെ ഫ്രീസറിലല്ലേ ഇരിക്കുന്നത്. അപ്പം നമ്മളൊന്ന് പുറത്ത് വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ ആ ഒരു തണുപ്പൊക്കെ മാറിയിട്ട് കിട്ടണം. എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഡോ കിട്ടത്തുള്ളേ. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് പുറത്തേക്ക് മാറ്റിയിട്ട് ഇനി നമ്മൾ ഒരു കത്തി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇത് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. പക്ഷെ അത് ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ എനിക്ക് കൂടുതൽ നല്ലത് ഇതാണ് തോന്നിയത്. അതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് മുഴുവനും നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് കൈ കൊണ്ടിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് ക്ലിയർ ചെയ്ത് എടുക്കണം. അതായത് നമ്മൾ കട്ട് ചെയ്ത സമയത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇങ്ങനെ കട്ടാകാതെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും എല്ലാം റെഡിയാക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വെർമിസിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലൊരു ബൗളിലേക്ക് ഇട്ടിട്ട് കൈ കൊണ്ടിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാകുവേ. ഇനി നമ്മളിവിടെ എടുക്കുന്നത് 100 ഗ്രാം ഉപ്പില്ലാത്ത ബട്ടറാണ്. അപ്പോൾ ഇതൊരു 200 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. അപ്പോൾ എനിക്കിതിൻ്റെ കൃത്യം പകുതി മതിയാകും. അപ്പോൾ നമുക്കിതൊന്ന് കട്ടാക്കിയിട്ട് ഇതിൻ്റെ നേരെ പകുതി ഭാഗത്തിലേക്ക് ആക്കാം. അപ്പോൾ ബട്ടർ എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഉപ്പില്ലാത്ത ബട്ടർ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചേക്കണേ. ഇതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആ കുനാഫയുടെ ഡോയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിത് ഒരു അരമണിക്കൂർ മുമ്പ് പുറത്തേക്ക് എടുത്ത് വെച്ച ബട്ടറാണ്. അത്യാവശ്യം നല്ലതുപോലെ തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ആ കുനാഫയുടെ ഡോയിലേക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, കൈ വെച്ചിട്ട് നല്ലതുപോലെ ഈ ഒരു കുനാഫയുടെ ഡോയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. അതായത് ആ ഒരു ഡോയിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ബട്ടർ നല്ലതുപോലെ തന്നെ മിക്സായിട്ട് വരണം. എല്ലാ സൈഡിലും ഒരേപോലെ ബട്ടർ എത്തിക്കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് പോകാവുള്ളേ. അപ്പം ഞാനിവിടെ ഗ്യാസിലല്ല ഓവനിലാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഗ്യാസിൽ ചെയ്യുന്ന മെത്തേഡ് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഇപ്പം ഞാനിത് ഓവനിലേക്ക് ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ഗ്യാസിലാണ് വെക്കുന്നതെങ്കിൽ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ ഇതുപോലെ തന്നെ ബട്ടർ തേച്ച് വെക്കുക. അതിനുശേഷം നമ്മൾ ചെയ്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡോ ആണേലും വെർമിസിലി ആണേലും അതിൻ്റെ പകുതി ഭാഗം ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു സ്റ്റാപ്പിൽ വെച്ചിട്ടോ നമ്മുടെ കൈ വെച്ചിട്ടോ നല്ലതുപോലെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മളിത് ഒട്ടും തന്നെ ഇതിങ്ങനെ മുകളിലേക്ക് പൊങ്ങി നിൽക്കാത്ത രീതിയിൽ നല്ലതുപോലെ ബേസ് ക്ലിയർ ചെയ്ത് കൊടുക്കണം. അതായത് ഈവൻ ആയിരിക്കണം എല്ലാ ഭാഗവും. അതുപോലെ തന്നെ സൈഡ് ഭാഗം കുറച്ചൊന്ന് കയറ്റി വെക്കണം. അതായത് കണ്ടില്ലേ, സൈഡ് ഭാഗത്ത് കാരണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അകത്തിടുന്ന ഫില്ലിങ്ങിനകത്ത് പുറത്തേക്ക് വരും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് മൊസറല്ല ചീസാണ്. നമ്മളുടെ ഇതിൻ്റെ സെൻറ്ററിൽ നിൽക്കുന്ന ആ ഒരു അളവിനാണ് ചേർത്ത് കൊടുക്കുന്നത്. നോർമലി ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നത് ക്രീം ചീസാണ്. അപ്പോൾ അത് എല്ലാവരുടെ കയ്യിലും കാണത്തില്ലല്ലോ എന്നോർത്താണ് നമ്മളിവിടെ മൊസറല്ല ചീസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ചീസ് നമുക്കിതാ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് തിക്ക് ക്രീമാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ തിക്ക് ക്രീം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കോൺഫ്ലോറും പാലും പഞ്ചസാരയും കൂടെ നല്ലതുപോലെ ഒന്ന് കുറുക്കിയിട്ടെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്കിതിൻ്റെ സെൻറ്ററിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ ക്രീം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. എല്ലാ സൈഡിലേക്കും ഒന്ന് എത്തുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള ആ ഒരു കുനാഫയുടെ ഡോയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒട്ടും തന്നെ ആ ഒരു ഫില്ലിംഗ് ഒന്നും കാണാത്ത രീതിയിൽ നല്ലതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഇനി ഇത് നമ്മൾ അമർത്തി കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഫില്ലിംഗ് ഒട്ടും പുറത്തേക്ക് വരാത്ത രീതിയിൽ ഒന്ന് പതിയെ ഒന്ന് അമർത്തി കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് സെറ്റാക്കിയിട്ടെടുക്കാം. ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് അപ്പ് ആൻഡ് ഡൗൺ ഹീറ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, ഒരു 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് സമയം വരെ നമ്മളൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഗ്യാസിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സാധാരണ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തെടുക്കുക. അതും 15 മുതൽ 20 മിനിറ്റ് സമയം വരെ ആയെടുക്കുവേ. ഇനി ഇതിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പിസ്തയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പിസ്ത ചേർക്കണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഇനി ഇതിന് നല്ലൊരു ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തിട്ട് അതേ അളവിൽ തന്നെ വേണം നമ്മൾ വെള്ളവും ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഗ്യാസ് ഒന്ന് ഓണാക്കിയിട്ട് ഇത് നല്ലപോലെ ഒന്ന് റെഡിയായി വരണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നല്ലതുപോലെ തിളച്ച് പഞ്ചസാര അത്യാവശ്യം ഒന്ന് കയ്യിലേക്ക് ഇങ്ങനെ ഒട്ടുന്ന ആ ഒരു പരുവമാകുമ്പോൾ, 1 സ്റ്റിച്ച് പരുവമൊന്നും ആകണ്ട,
കയ്യിലിങ്ങനെ ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന പരുവാകുന്ന സമയം വരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ റോസ് വാട്ടർ ഓപ്ഷണലാണ്. നാരങ്ങ നീര് എന്തായാലും ചേർത്ത് കൊടുക്കണേ, അല്ലെന്നുണ്ടെങ്കിൽ ഇത് ക്രിസ്റ്റൽ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ കുനാഫ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗം നല്ലതുപോലെ തന്നെ ആയി വന്നിട്ടുണ്ട്, മൊത്തത്തിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ കുനാഫ വാങ്ങിക്കുന്ന സമയത്ത് എന്താണ് നല്ല ഒരു കളറായിരിക്കും ഇതിൻ്റെ മുകൾ ഭാഗത്ത്. അപ്പോൾ ആ ഒരു കളർ വരാൻ വേണ്ടി ഞാൻ അതൊന്ന് തിരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ തിരിച്ചിട്ട ഭാഗം ഉണ്ടല്ലോ, അത് വീണ്ടും ഒന്ന് ഓവനിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മുകളിൽ മാത്രം ഹീറ്റ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലൊരു കളറാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഗ്യാസ് സ്റ്റൗവിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആ ബേക്ക് ചെയ്യുന്ന പാത്രത്തിൽ നിന്ന് എടുക്കുക. അതിനുശേഷം നമ്മൾ എടുക്കുന്ന പാനാണേലും പാത്രമാണേലും എന്ത് ചെയ്യണം, അതൊന്ന് നമ്മൾ ഗ്യാസ് സ്റ്റൗവിലേക്ക് നേരിട്ട് തന്നെ പിടിച്ചു കൊടുക്കുക, ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിട്ടാണെങ്കിലും കിട്ടുവേ. ഇനി നമ്മൾ ഒരു 5-6 മിനിറ്റ് മതിയാകും. അപ്പോൾ തന്നെ നമ്മുടെ ഇത് മുകൾ ഭാഗമൊക്കെ നല്ലൊരു കളറായി വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഷുഗർ സിറപ്പാണ്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സിറപ്പ് മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു കുനാഫയിലേക്ക് ചേർത്ത് കൊടുക്കണം. ആദ്യം ഇതിൻ്റെ സൈഡ് ഭാഗത്തുനിന്നെല്ലാം ഒഴിച്ച് സെൻറ്ററിലേക്ക് വരണം. അപ്പം ഇത് നമ്മൾ ഒഴിക്കുന്ന സമയത്ത് തന്നെ ഇത് മുഴുവനായിട്ട് ഇതിനകത്തേക്ക് അങ്ങ് വലിഞ്ഞു പോയിക്കോളും. ഒട്ടും തന്നെ പുറത്തേക്കൊന്നും കാണാത്ത രീതിയിലും ഫുള്ളായിട്ട് ഇതിനകത്തേക്ക് അങ്ങ് വലിച്ചെടുത്തോളുവേ. അപ്പോൾ ഇത് മുഴുവനും നമ്മളിതിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പിസ്ത ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ചേർത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, ഏത് രീതിയിലാണോ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കേണ്ടത് ആ ഒരു രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് കമൻ്റാക്കി പറയാനും മറന്നു പോകരുത്. പിന്നെ ഒരു കാര്യം, കഴിഞ്ഞ ദിവസം എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു സൗണ്ടിനൊക്കെ നല്ല വ്യത്യാസമാണെന്ന്. പനിയാണേ, അതുകൊണ്ടാണ് സൗണ്ടൊക്കെ ഇങ്ങനെ ഒന്ന് ഒരു വ്യത്യാസമൊക്കെ തോന്നിക്കുന്നത്. അപ്പം ഇനി നമുക്കതൊന്ന് കട്ടാക്കിയിട്ട് എടുക്കാം. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഉൾഭാഗത്ത് ആ ഒരു എന്താ പറയുക, ഒരു ചീസും ക്രീമും ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ടെക്സ്ചർ നമ്മൾ കാണിച്ചു തരാം. സെൻറ്ററിൽ നിന്ന് ഒരല്പം സൈഡിലേക്ക് വെച്ചിട്ടൊന്ന് ഞാൻ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു സ്റ്റാപ്പിൽ വെച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ഒക്കെ ഇതുപോലൊന്ന് പൊക്കിയിട്ട് എടുക്കുക. ഈ ഒരു സമയത്തൊരു കാര്യം പറ്റിയേ, കുറച്ച് ലൈറ്റ് ഒന്ന് കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് എടുക്കുന്ന സമയത്ത് അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ പറയണം. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായി നാളെ ഉച്ചയ്ക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.